വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇത് റെഡിയായി കുട്ടപ്പത്തിയായി ഇരിക്കുകയാണ് കേട്ടോ. എനിക്ക് ജോലിക്ക് കാരണം 2 മണിയാകുമ്പോൾ, ഇപ്പോൾ ഒരു സമയം 11:30 ആയിട്ടുണ്ട്. ഐശുവിനെ ഞാൻ രാവിലെ ഒരു 8 മണി തൊട്ട് വേണ്ട 8:45 തൊട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ബായ് എണീക്കുക, നമുക്ക് പുറത്ത് പോകണം. എൻ്റെ ആവശ്യം പോലെയാണ് ഇവിടെ ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവൾക്ക് ഷോപ്പിങ്ങിന് പോകാനാണേ. ഇപ്പോൾ ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ വിഷ്ണു എന്നെ കൊല്ലും. പക്ഷേ ഇവൾക്ക് കുറച്ച് ഷോപ്പ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഞാൻ വിളിച്ചെണീപ്പിക്കാൻ പറഞ്ഞത്. അവൾ പറഞ്ഞു 5 മിനിറ്റ് 10 മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് എണീറ്റപടി ഇവിടെ തെണ്ടി നടക്കുന്നുണ്ട്. 11:15 ഇനി എനിക്ക് 2 മണിക്ക് കയറണം. ഇനി ഞാൻ കൊണ്ടുപോകില്ല കേട്ടോ. ഐഷുള്ള കാര്യം പറഞ്ഞേക്കാം. ഉണ്ടെന്നല്ല, ബാത്റൂമിൽ കയറി ഒളിച്ചിരിക്കുകയാണ്. അവളെ കൊണ്ടൊരു സ്മൂത്തി ഉണ്ടാക്കിക്കാൻ നോക്കി. അതൊരു പകുതി വഴിയിൽ നിർത്തിയിട്ടുണ്ട്. അത് എൻ്റെ മിസ്റ്റേക്കാണ് കേട്ടോ. ആ പാല് മേടിച്ചിരുന്നു, ടെട്രാ പാക്ക് അല്ല ഞാൻ മേടിച്ചത്. എനിക്കറിയില്ലായിരുന്നു ഈ സ്മൂത്തി പരിപാടിയായിരുന്നു. കാരണം ഞാൻ അവൾക്ക് മോഹന വാഗ്ദാനങ്ങൾ കൊടുത്തിരുന്നു. ഞാൻ രാവിലെ ആയിട്ട് പുട്ടും ചെറുപയർ കറിയും ദോശയും ചമ്മന്തി അതൊക്കെയായിരുന്നു ഓപ്ഷൻസ് കൊടുത്തിരുന്നത്. അവസാനം അവൾ എണീറ്റ് നിർത്തിക്ക് ഒന്നുമില്ല. അപ്പോൾ അവൾ തന്നെ പറഞ്ഞത് ഞാൻ ഒരു സ്മൂത്തി ഉണ്ടാക്കി കുടിച്ചോട്ടെ, വിശക്കണമെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് കുട്ടി ഒരു സ്മൂത്തി ഉണ്ടാക്കാൻ തുടങ്ങി. പക്ഷേ പാലുണ്ടായില്ല. അപ്പോൾ പാല് ഞാൻ ഇന്നലെ മേടിച്ച് വെച്ചിരുന്നു. പക്ഷെ അത് മറ്റേ പാക്കറ്റ് പാലായിരുന്നു. അത് ചൂടാക്കി തിളച്ച് വന്നപ്പോഴത്തേക്ക് അത് ആറാൻ വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അത് ആറിക്കഴിഞ്ഞിട്ട് നമുക്ക് ജസ്റ്റ് സ്മൂത്തി ഉണ്ടാക്കി കുടിച്ചിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. അതിനു മുന്നേ എനിക്ക് ഇവളെ കൊണ്ട് ചെറിയൊരു കാര്യമുണ്ട്. നമ്മളുടെ ഒരു വീഡിയോ എടുക്കാനുള്ളൊരു പരിപാടിയുണ്ട്. നമ്മളുടെ രണ്ടുപേരുടെ ഒരു എൻഗേജിങ് ഫൺ വീഡിയോ, മെമ്മറീസ് ഓഫ് ബാംഗ്ലൂർ എന്ന് പറഞ്ഞിട്ട്. സോ അതെടുക്കാൻ വേണ്ടി കുറച്ച് നേരം അവളെ വിളിച്ചുകൊണ്ടിരിക്കണം. അവൾ ബാത്റൂമിൽ കയറിയിരിക്കുകയാണ്. വരട്ടെ, എന്നിട്ട് നമുക്ക് ഇറക്കാം. ഡേറ്റ്സ് ഉണ്ട് ഇവിടെ. ആപ്പിൾ, അവക്കാഡോ, ഡേറ്റ്സ്. ഇന്ന് വൈഷു ഓഫീസിൽ പോവാൻ കേട്ടോ. ഞാനും വൈഷുവും കൂടിയാണ് കറക്കം. അപ്പോൾ ഇതേ നമ്മൾ സ്മൂത്തി ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിൽ ഡേറ്റ്സും ആപ്പിളും അവക്കാഡും ഇവിടെ കട്ട് ചെയ്ത് ജാറിലാക്കി വെച്ചിട്ടുണ്ട്. പാൽ ഇതേ തിളപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അത് ചൂടാറാൻ വെയിറ്റ് ചെയ്യാണ്. സ്മൂത്തി ഉണ്ടാക്കി തുടങ്ങിയപ്പോഴാണ് പാല് തിളപ്പിച്ചല്ലോ എന്ന് ഓർമ്മ വന്നത്. ഇനി ഇതും കൂടി ഒഴിച്ച് നമുക്ക് അടിച്ചെടുക്കാം. ഇല്ല, ഒരു രക്ഷയില്ല. തന്നെ ഞാൻ എവിടെയും കൊണ്ടുപോകേണ്ടത് അതിന് വളാഞ്ചേരി പോയിട്ടൊക്കെ എല്ലാം അങ്ങനെ പെട്ടെന്ന് പിയേഴ്സ് ചെയ്യാൻ പറ്റില്ല. അത് താൻ ചെയ്തോളൂ, ഇവിടുന്ന് ചെയ്യണ്ട. എന്റെ തലയിലിരിക്കും, വെറുതെ എന്തിനാണ്. ഇല്ല, ഞാൻ അവിടെ എണീറ്റ് റെഡിയായി. കുട്ടി നോക്കൂ. കഴിക്കാൻ കുട്ടി ബാത്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഒരു പണി എടുക്കണല്ലേ അവള്. രാവിലെ ഒരു സ്മൂത്തി ഉണ്ടാക്കിട്ട് ഇരിക്കുകയാണ്. എന്താണ് താൻ എടുത്ത പണിയൊന്ന് കേൾക്കോ. റെഡി ആയിട്ട് എനിക്ക് ചാന്തുകാറുണ്ട്. ഇരിക്കണ അവളവിടെ. പോയിക്കോളൂ. പോയിക്കോളൂ. ഇല്ല, 2 ദിവസത്തേക്ക് ഒരു പറ്റില്ല തന്നെ. വയ്യ, എണീറ്റ് പോയിക്കോളൂ. ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അതന്നെ. ഉണ്ണി വയറൊന്ന് ഒതുക്കി വെച്ചോളൂ. സ്മൂത്തി കുഴിയണ വയറാന്ന് തോന്നണല്ലേ കണ്ടിട്ട്. എന്നാ ശരി, പോയിക്കോളൂ. ഞങ്ങൾ എവിടെ പരിപാടി അവതരിപ്പിക്കാൻ ഇറങ്ങിയാലും ലേറ്റ് ആവും. എന്താണെന്നറിയില്ല, അങ്ങനെ ഒരു ശീലമായിപ്പോയി. എനിവേസ് രാവിലെ 10 മണിക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ട് 2:30 വരെ നമ്മളെ പിടിച്ചു നിന്നിട്ടുണ്ട്. ഇനിയെങ്കിലും ഇറങ്ങിയില്ലെങ്കിൽ എനിക്ക് പണി കിട്ടും. എൻ്റെ പണിയിൽ ഇല്ല, സമയമില്ല. വന്നോളൂ. ഞാനിവിടെ നിൽക്കുമ്പോൾ എന്നെ അപ്പുറത്ത് നിന്ന് കുറച്ച് ആൾക്കാർ ചിരിച്ചു കാണിക്കുന്നുണ്ട്. എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വന്നപാടെയുള്ള പെട്ടികളൊക്കെ ഇവിടെ തന്നെ നിൽക്കുകയാണ്. ഒന്നും തൊട്ടിട്ടില്ല, അങ്ങനെ ഇരിക്കുകയാണ്. ഇറങ്ങാം അങ്ങോട്ട്. യേശോ, നമുക്ക് എന്ത് കണ്ടിട്ട് നീ ഇത് ശരിയാക്കി വെക്കാം യേശോ? എന്നാൽ ഞാൻ അത് പിൻവലിച്ചിരിക്കണം. അങ്ങോട്ട് ചെയ്തോളാം. താൻ ആദ്യം എൻ്റെ കുർത്തി അടക്കി വെക്കും, എന്നിട്ട് ബാക്കി. അങ്ങനെ ഫൈനലി ഈ കുട്ടീനെ ഒരുക്കി നമ്മൾ ഇറക്കിയിട്ടുണ്ട്. എത്ര നേരം കൊണ്ടെന്നറിയോ? രാവിലെ 10 മണി തൊട്ടിട്ട് ഇല്ല, 10 മണി തൊട്ട് ഇവിടെ ഇങ്ങനെ കിടക്കുക. പോണോ വേണ്ട, എൻ്റെ എന്തോ ആവശ്യമാണ് ഇവിടെ ഷോപ്പ് ചെയ്യേണ്ടത്. 2 ഡ്രസ്സ് എനിക്ക് മേടിച്ചതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിരിക്കുന്ന ഐഡിയ കേട്ടല്ലോ. ഇല്ല, എന്നാ ശരി, പോവാണ്. ഞാൻ എടുത്തിട്ടില്ല. ഇന്ന് ഫുൾ ചെലവ് തന്നെയാണ്. എന്നെ നോക്കേണ്ട ബാധ്യത. കയറിക്കോളൂ. പാത്തു അങ്ങോട്ട് കയറിക്കോളൂ. ആരോ മെസ്സേജ് അയക്കുന്നുണ്ടോ? മോളെ എന്താണ്? നിക്കും. തന്നെ കണ്ടിട്ട് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല തോന്നുന്നു. കുറേ നാളായിട്ടോ സ്കൂട്ടർ ഓൺ ചെയ്തിട്ട്. അതുകൊണ്ട് തന്നെ ആശാനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു സ്റ്റാർട്ട് ആവാൻ.
2 ഇളക്കലും ഒരു അടിയായി കൊടുത്തപ്പോഴത്തേക്ക് ആശാൻ ഒന്ന് ഓണായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പോവാം. എനിക്ക് ആശാന് ഒരുപാട് മെമ്മറീസ് ഉണ്ട് കേട്ടോ ഈ സ്കൂട്ടർ റൈഡിനൊക്കെ ഉണ്ട് ബാംഗ്ലൂർ. ഒരു കഥ എനിക്ക് ഭയങ്കരമായിട്ട് ഓർമ്മയുള്ളത്, ഞങ്ങളിങ്ങനെ ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോൾ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിൽ കൊണ്ട് എവിടെയെങ്കിലും പാർക്ക് ചെയ്യും കേട്ടോ. ഞങ്ങളുടെ കഷ്ടകാലത്ത് അത് നോ പാർക്കിംഗ് സോൺ ആയിരിക്കും. അങ്ങനെ പോലീസ് ടോ ചെയ്തുകൊണ്ട് പോകും. ഞങ്ങൾ പിന്നെ അവിടെ ചെന്ന് കരഞ്ഞു കാണിക്കണം. വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങളിത് ഇലക്ട്രോണിക് സിറ്റി തലശ്ശേരി റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ട് ലഞ്ച് കഴിക്കാൻ. കുറച്ച് ഐറ്റംസ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. ബിരിയാണി ഓർഡർ ചെയ്തു, പിന്നെ ഒരു ചിക്കൻ 65 ഓർഡർ ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടോ, അടിപൊളി ബിരിയാണിയായിരുന്നു. അങ്ങനെ ഒരു അടിപൊളി ലഞ്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ ഒട്ടും സമയം കളഞ്ഞില്ല, നേരെ ഷോപ്പിങ്ങിന് കയറി. ഐഷു എൻ്റെ കയ്യിൽ ഒരു ജോഗേഴ്സിനെ കണ്ടിട്ട് അത് അങ്ങനത്തെ 2 വേണമെന്ന് പറഞ്ഞിട്ട് കയറിയതാണ് കേട്ടോ. ഇത് ഇങ്ങനത്തെ ടൈപ്പാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ജോഗേഴ്സ്. എനിക്ക് ഭയങ്കര കംഫർട്ടബിളാണ് ട്രാവൽ ചെയ്യുമ്പോൾ എസ്പെഷ്യലി. സോ അത് വേണമെന്ന് പറഞ്ഞിട്ടാണ് അവൾ തപ്പണത്. ഇത്ര പെട്ടെന്ന് ഷോപ്പ് ചെയ്ത് തീർക്കണത് ആദ്യമായിട്ടാണ് കേട്ടോ. നോക്കൂ ഏതാ കിട്ടിയത് നോക്കൂ ഐഷു. 2 പാൻറ് കിട്ടി. കുട്ടിക്ക് എൻ്റെ കയ്യിൽ ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിരിക്കണം. നല്ല കളറാണ് അത്. യാ ഐഷുവിൻ്റെ സ്വഭാവം വെച്ച് ഇത് റെക്കോർഡ് സ്പീഡ് ഷോപ്പിംഗ് ആണ് കേട്ടോ. നമ്മളിതേപ്പോൾ വെസ്റ്റ് സൈഡിൽ വന്നിരിക്കുകയാണ്. ഇവിടുന്ന് കുറച്ച് കപ്പൽ ഐഷുവിൻ്റെ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു ഷോപ്പിൽ. അപ്പോൾ അവർ വന്ന് സംസാരിക്കുകയായിരുന്നു കേട്ടോ. വെരി സ്വീറ്റ്. ഞാൻ ഒട്ടും ഓഫ്ലൈൻ ഷോപ്പിങ്ങിൻ്റെ ആളല്ല. ഞാൻ എപ്പോഴും ഓൺലൈൻ ഷോപ്പിംഗ് ആണ് പ്രിഫർ ചെയ്യാറ്. ഇങ്ങനെ നടക്കാൻ വയ്യാത്തതുകൊണ്ട് ഐഷു നേരെ തിരിച്ചും. അതുകൊണ്ട് ഞങ്ങളുടെ ആ എനർജി അങ്ങോട്ട് മാച്ച് ആവാനുണ്ടായില്ല. പക്ഷെ ഞങ്ങൾക്ക് 2 പേർക്കും മ്യൂച്വലി ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള വെസ്റ്റ് സൈഡ് ഹോമിലേക്ക് പോയിട്ട് കുറച്ചധികം സാധനങ്ങൾ അവൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കളക്ഷൻ. അടുത്ത പ്രാവശ്യം വൈഷുവിൻ്റെ കൂടെ വന്നിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കണം എന്ന് ഡിസൈഡ് ചെയ്തിട്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. വൈകിട്ടായപ്പോഴത്തേക്കും വൈഷു തിരിച്ച് വന്നിട്ടുണ്ട് ഓഫീസിൽ നിന്ന്. നമ്മൾ നേരെ പോകുന്നത് റീമയുടെ റോണയുടെ അടുത്തേക്കാണ് കേട്ടോ. അവർ ഡിന്നറിന് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇന്ന് അവിടെ നിന്നാണ് ഡിന്നർ. അടിപൊളി റീമയുടെ സ്പെഷ്യൽസ് ഒക്കെ ഉണ്ട്. സ്പ്രിംഗ് റോളും കട്ട്ലറ്റും സമൂസയും അങ്ങനെ പല ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇന്നർ എലമെന്റ് കുട്ടി അങ്ങനെ പുറത്തേക്ക് വരണേ. ആരെ കത്തിക്കാൻ ഞാൻ നല്ലോണം ഈ വീട് മുഴുവനും ഞങ്ങൾ കുറേ കാണുന്നത് ഈ ആമസോണായിരിക്കും. റീമക്കുട്ടൻ്റെ സ്പെഷ്യൽ ഐറ്റംസ് ആണ് ഈ സ്പ്രിംഗ് റോളും സമോസയൊക്കെ കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്, പറയാണ്ടിരിക്കാൻ വയ്യ. ഫേവറേറ്റ് ഫുഡ് പറഞ്ഞോളൂ. ഫേവറേറ്റ് ഫുഡ് ബിരിയാണി, പൊറോട്ട, എന്ത് കിട്ടിയാലും തിന്നോണ്ടേ. അതൊന്ന് 2 സാധനം എനിക്കാ, ഞാൻ അടിച്ചു മാറ്റുണ്ടാണ്. ഇവിടുത്തെ ഒരു സ്വഭാവം ഉണ്ട് അവക്ക്. ഫുള്ള് ബാത്തൻ ബോഡി അവളെല്ലാവർക്കും ഗിഫ്റ്റ് കൊടുക്കുക ബാത്തൻ ബോഡി. അങ്ങനെ അവിടുന്ന് ഡിന്നറൊക്കെ കഴിച്ച് അവരോട് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. ഐഷു കുടിക്കാത്ത സാധനമാണ് ഈ സ്മൂത്തി. എന്താണ് ഐഷു അടുത്തിരുന്ന് തലേ ദിവസം വലിയ കാര്യപരിപാടികളില്ലാത്തത് കാരണം ഞാൻ 2 ദിവസത്തെയും കൂടി വ്ളോഗ് കമ്പൈൻ ചെയ്യാനായിട്ടോ. ഇന്ന് ഐഷു പോകുന്ന ദിവസമാണ്. അപ്പോൾ വൈഷു പറഞ്ഞു രാവിലെ തന്നെ ഒരു സ്മൂത്തി ആവാം ബ്രേക്ക്ഫാസ്റ്റിന് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിതേ അവളെ കൊണ്ടൊരു സ്മൂത്തി ഒക്കെ ഉണ്ടാക്കിച്ച് വൈഷു അത് കഷ്ടപ്പെട്ട് കുടിച്ചുകൊണ്ടിരിക്കുന്ന സീനാണ് കാണുന്നത്. ഞാൻ സ്മൂത്തി ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ വൈഷു കുടിക്കുകയില്ല കേട്ടോ, കാരണം തീരെ പറ്റാത്തൊരു സാധനമാണ്. പക്ഷെ പുള്ളി തന്നെ ചോദിച്ചു മേടിച്ചുകൊണ്ട് കുടിക്കാണ്ടൊരു വഴിയില്ല. ഐഷുവിന് ഒരു ഐഡിയ ഉണ്ടായില്ല കേട്ടോ ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. അവൾ ഭയങ്കര സർപ്രൈസ്ഡ് ആയിരുന്നു ആൻഡ് ഇത്തിരി ഷോക്കും ആയിപ്പോയി. ഇത് എന്താ പെട്ടെന്ന് പ്ലേ ആയെന്ന് ഓർത്ത്. നശിപ്പിച്ചോ, തുടങ്ങിയപ്പോ തന്നെയാണ് നശിപ്പിച്ചോ. ഓണാവണോ ഇല്ലേ അത് ഇഷ്ടം. അറിയാണ്ട് വരുമോ? ഇതൊക്കെ നമ്മൾ ചെയ്തതാണ്. നമ്മൾ ചില്ലാണെന്നാണ് പറയണേ. നമുക്ക് ഓർമ്മയുണ്ട് വീഡിയോ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് വീഡിയോ. ഹായ്ഡാ ഐഷു, ഇത് 1 മില്യൺ സക്സസിൻ്റെ ഒരു വീഡിയോ ആണ്. പ്ലസ് നമ്മളുടെ ഫ്രണ്ട്ഷിപ്പിൻ്റെ മൈൽ സ്റ്റോൺ
അച്ചീവ് ചെയ്തതിൻ്റെയും കൂടി ഒരു വീഡിയോ ആണ് കേട്ടോ. നമ്മൾ 10 കൊല്ലമായിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഫ്രണ്ട്സാണ്. ആൻഡ് വി ഹവ് ബീൻ ബെസ്റ്റ് ഫ്രണ്ട്സ് സിൻസ് ഡേ 1. സോ അത് ഭയങ്കര റിമാർക്കബിൾ ജേർണി ആയിരുന്നു നമ്മളുടെ. ഞാൻ നിന്നിലെ ഇൻഫ്ലുവൻസറിലെ നിന്നിലെ യൂട്യൂബറിനെ ആദ്യമായിട്ട് തിരിച്ചറിഞ്ഞ കുറച്ച് ആളുകളിൽ ഒരാളായിരിക്കും. ബിക്കോസ് എനിക്കറിയാം നിനക്ക് നേരിട്ട് കാണുന്നതിനേക്കാൾ വീഡിയോയിലൂടെ കാഴ്ചകൾ കാണാൻ ഇഷ്ടമുള്ള ഒരാളാണ്. ഞാനൊക്കെ എന്തെങ്കിലും കണ്ട് വായി നോക്കിയിരിക്കുമ്പോൾ നീ അത് ക്യാപ്ചർ ചെയ്യുന്ന ആ മെമ്മറി അല്ലെങ്കിൽ ആ ഒരു മൊമെന്റ് ക്യാപ്ചർ ചെയ്യുന്ന ഒരാളായിരുന്നു. അത് തന്നെ നീ കരിയറാക്കിയാൽ നിന്റെ ഭാഗ്യം. ആൻഡ് it has been an absolute pleasure to watch you grow. And എല്ലാ അച്ചീവ്മെൻറ്റ്സും നിൻ്റെ ഹാർഡ് വർക്കും നിൻ്റെ പരിശ്രമങ്ങളും കാരണം മാത്രം ഉണ്ടായിട്ടുള്ളതാണ്. ആൻഡ് ദ ഗുഡ് പാർട്ട് ഇസ് ദാറ്റ് നിൻ്റെ ചുറ്റുമുള്ളവർ ഭയങ്കരമായിട്ട് നിന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്, നിന്നിൽ കുറേ ചേഞ്ചസ് വരുത്തിയിട്ടുണ്ട്. ആൻഡ് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി നിൻ്റെ സപ്പോർട്ട് സിസ്റ്റമായിട്ട് നിന്നിട്ടുണ്ട്. ഈ ഒരു പെർട്ടിക്കുലർ വീഡിയോ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഭയങ്കര ഇമോഷണൽ ആയിട്ടുണ്ട് കേട്ടോ. ബിക്കോസ് ഇത് നമ്മളുടെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് മെമ്മറീസ് അല്ലെങ്കിൽ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ടൈംസ് ക്യാപ്ചർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു ഈ ഒരു വീഡിയോ ഉണ്ടാക്കുന്ന സമയത്ത്. എനിക്ക് യൂറോപ്പിൽ വന്നിട്ട് നിന്നെ കാണാൻ പറ്റി, നിനക്ക് ഇങ്ങോട്ട് ട്രാവൽ ചെയ്തിട്ട് എൻ്റെ വീട്ടിലേക്ക് വരാൻ പറ്റി. നമ്മളുടെ ഈ ഫ്രണ്ട്ഷിപ്പിന് ഫസ്റ്റ് തൊട്ട് ഇന്ന് വരെ കുറേ പേഴ്സണൽ മൈൽ സ്റ്റോൺസ് നമ്മൾ രണ്ടുപേരും കൂടി സെലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. ബി എഡ് കല്യാണം, വീട് മേടിച്ചു, പിന്നെ ഇപ്പം നിൻ്റെ 1 million സെലിബ്രേഷൻ. ഐ ക്യാൻ നോട്ട് ബി മോർ ഹാപ്പിയർ ഫോർ യു. നീ ഇനിയും ഉയരങ്ങളിലേക്കാണ് പോണേ കുട്ട. ദർ ഇസ് നോ ലുക്കിംഗ് ബാക്ക്. നീ ഇനിയും വളർന്നുകൊണ്ടേയിരിക്കും. എല്ലാവരുടെയും സപ്പോർട്ട് നിനക്ക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അടിപൊളിയായിട്ട് ഇനിയും മുന്നോട്ട് കിഡിലിനായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത് സ്മൂത്തിയൊക്കെ ഉണ്ടാക്കി മുന്നോട്ട് പോവുക. ഇതൊക്കെ തന്നെയല്ലേ എനിക്ക് പറയാനുള്ളൂ. എനിക്കിത് പറയുമ്പോൾ അത്രയും ഒരു ചിരിയില്ലാണ്ട് പറയാൻ പറ്റുന്നില്ല കേട്ടോ. അത്രയും ഞാൻ ഭയങ്കര ഹാപ്പിയാണ് നിനക്ക് വേണ്ടി. എന്തും നിനക്ക് വേണ്ടി ചെയ്തു തരാനും എല്ലാത്തിനുമായിട്ട് ഞാൻ ഉണ്ട് കുട്ടാ നിൻ്റെ കൂടെ. ഓക്കെ, സോ അടിപൊളിയായിട്ടിരിക്കുക. ആൻഡ് ഐ ലവ് യു. 1 million followers on YouTube or movie offer. Which one will you accept? മൂവിയിൽ അഭിനയിക്കുക എന്നത് വളരെ നല്ലൊരു ആഗ്രഹമാണ്, പക്ഷെ നടക്കാൻ പോകുന്നില്ല. 1 million Explanations we don't need. ഏത് ചൂസ് ചെയ്യും, സബ്സ്ക്രൈബേഴ്സ് ഓർ മൂവി? പിന്നെ സബ്സ്ക്രൈബേഴ്സ് 1 million ആവുക എന്നുള്ളത് വലിയൊരു ആഗ്രഹമാണ്, നടക്കാൻ പോകുന്നില്ല. അപ്പൊ നമ്മൾ ഈ നടക്കാത്ത കാര്യത്തിന്റെ മുകളിൽ എന്തിനാണ് സമയങ്ങൾ? അങ്ങനെ നമ്മുടെ ചാനല് ഫൈനലി ഇവിടെ 1 million സബ്സ്ക്രൈബേഴ്സ് ആയിരിക്കുകയാണ്. ഞാൻ തനിക്ക് വേണ്ടി ഒന്നും ചെയ്യില്ല. നിനക്കൊരു പ്ലേ ബട്ടൺ. എനിക്കിത് വീഡിയോ എടുക്കുന്നത് ഞാൻ മറന്നേ. ഇവിടെ കുറച്ചു നേരം മുന്നേ നടന്നതൊന്നും ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഇവൾക്കൊരു വീഡിയോ എടുക്കണം നമ്മൾ കൗച്ചിൽ വന്നിരുന്നപ്പോ എന്റെ പഴയ ഞാൻ TV ഓഫ് ചെയ്തു. പിന്നെയാണ് അതൊരു മെമ്മറി വീഡിയോ ആയിരുന്നു റിയലൈസ് ചെയ്തും. കിടില. ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനത്തെ ഒരു ഗിഫ്റ്റ് തന്നാൽ പിന്നെ എനിക്കൊരു ഗിഫ്റ്റിന്റെ ആവശ്യമില്ല. ബിക്കോസ് ആ ഒരു എഫേർട്ട്. അങ്ങോട്ട് വലിച്ചു കയറുക. ഇങ്ങനെ വെച്ചോ? ആ കറി നോക്കോ. അത് വൈഷുവാണ് കേട്ടോ, ഓൾ വൈഷു. ഇങ്ങോട്ട് കാണിക്കുമോ? അത് വൈഷു കുറച്ച് നാളായിട്ട് ഹഷ് ഹഷ് എന്ന് പറഞ്ഞിട്ട് ചെയ്യണ കാര്യം. ഇതൊരു യെസ്. ഇനി ഇങ്ങോട്ട് വരിക. ഓ അത് കഴിയട്ടെ. എന്നിട്ട്
സ്മൂത്തി കുടിച്ചത് ഏറ്റിട്ടില്ല എന്നത് കാരിക്കേച്ചർ അല്ലേ, അപ്പൊ അതിന്റെ ഒരു പൊട്ടാതെ എങ്ങനെ കൊണ്ടുപോകും? ആണോ? എന്നാ ഇത് പിടിച്ചോളാം. പക്ഷേ ഇതെന്തോ ഞാൻ പറഞ്ഞ എനിക്ക് ആ വീഡിയോ തന്നെ ഞാൻ അറിഞ്ഞു. പിന്നെ ഇത് കിട്ടിയപ്പോ ഞാൻ ശരിക്കും അറിഞ്ഞു. കപ്പ ചക്ക കാന്താരി പോകുമ്പോ കുറച്ചുകൂടി നിറയും. ഒരു സത്യം ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. ഞാൻ ഇതില് അയ്യോ ഇനി നിനക്ക് ഇതില് കുറച്ച് കിട്ടിയില്ലോ ഒന്ന്. ഇതിനൊരു ഷോർട്ട് വീഡിയോ കൂടെ ആക്കിയിരുന്നു കേട്ടോ. കുഞ്ഞു നിന്റെ ലൈറ്റ് കുറവാട്ടോ. അത് ഇവിടെ നിൽക്കേണ്ടി വരും. എന്താ എടുത്തോ, അൺബോക്സ് അൺബോക്സ് ചെയ്യും. അങ്ങനെ ഭയങ്കര ഭീകര സംഭവമൊന്നും അല്ല, എന്നാലും എന്നാൽ കഴിയുന്ന ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു. ഞാൻ എന്തായിരുന്നു ഇതിന്റെ കോൺസെപ്റ്റ് എന്ന് ഞാൻ പറഞ്ഞുതരാം. എന്റെ ഫസ്റ്റ് യൂട്യൂബിൽ നിന്ന് കിട്ടിയ പൈസയും കൊണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്തെങ്കിലും മേടിക്കണം എന്നായിരുന്നു എനിക്ക്. പക്ഷേ അതാണ് ഞാൻ ചെയ്തത്, അതായിരുന്നു എൻ്റെ ഒരു കോൺസെപ്റ്റ്. സത്യമായിട്ട് എനിക്ക് ഇതിന്റെ ഒരു ആവശ്യം ഉണ്ടായില്ല. ഞാൻ ഈ രണ്ട് സാധനത്തില് ഫുള്ളാണ്. നീ തുറക്കോ? നിനക്ക് ഇങ്ങനത്തെ അല്ലേ ഇഷ്ടം? അടിപൊളി കിട്ടാലോ. കിട്ടൂ, തുറക്കോ ബാക്കി? ഫോട്ടോ ഫ്രെയിം ഇല്ല എന്നുള്ളതുകൊണ്ട്, നീ ചെയ്യില്ല എന്നുള്ളതുകൊണ്ട് ഞാൻ തന്നെ അങ്ങോട്ട് ചെയ്തു. ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഫോട്ടോ ആണിത് അല്ലേ? ഭയങ്കര ഇഷ്ടമായിട്ട്. നീ തന്നെ വൈഷം, യു ആർ ദ മാൻ. ബ്രേസ്ലെറ്റ്. അടിപൊളി. ഒരു സത്യമായിട്ടുണ്ടല്ലോ എനിക്ക് ഈ സാധനത്തിനേക്കാളും ഇഷ്ടപ്പെട്ടത്. ഞാനിത് നീ പറഞ്ഞില്ലേ എന്നോട്, മറ്റേ എനിക്ക് താൻ എന്താടോ ഗിഫ്റ്റ് തരണേന്ന്. അതിന് മുന്നേ ഞാൻ പ്ലാൻ ചെയ്തിരിക്കണു, പക്ഷെ ഞാൻ വാണിയെടുത്ത് പറഞ്ഞിട്ടുണ്ടായില്ല. എന്നിട്ട് ഞാൻ അവർക്ക് എല്ലാം ഒരു ഡ്രൈവിലാക്കിയിട്ട് നമ്മുടെ പഴയ എല്ലാ ഫോട്ടോയും വീഡിയോ ഒക്കെ അയച്ചു. അവൾ നല്ല അടിപൊളിയായിട്ട്, എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു അതിൻ്റെ ഔട്ട്കം കൊണ്ട്. വാണി ഒരു സംഭവമാണ്, അവൾക്കൊരു ഷൗട്ട് ഔട്ട് കൊടുക്കാൻ നിർവാഹമില്ല കേട്ടോ. ഭയങ്കര അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇന്റേൺഷിപ്പും കൊടുത്തു കുട്ടിക്ക്. പക്ഷെ അടിപൊളി. ഹാപ്പി അല്ലേ? ഡബിൾ ഹാപ്പി. ആ അതന്നെ. കുട്ടിയുടെ കിളി പോയിരിക്കുകയാണ്. പോയി. എനിക്ക് ആ വീഡിയോ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ ഒരു ഇത് പറയട്ടെ. ഭയങ്കര ഇഷ്ടപ്പെട്ടു. അച്ചോടാ, പ്ലേ ബട്ടൺ കിട്ടണിക്ക് മുന്നേ ഒരു പ്ലേ ബട്ടൺ വൈഷു തന്നു നിനക്ക്. അല്ലേ, ഞാൻ ഒരു കാര്യം ഡിസ്ക്ലെയിമർ പറയട്ടെ. വിഷ്ണുവിനെ കോപ്പി അടിച്ചതല്ല. ഇനി അങ്ങനെ വരും കുറച്ച് പേര്, വിഷ്ണുവിനെ അങ്ങോട്ട് കോപ്പി അടിച്ച് പറഞ്ഞതല്ല. ഞാൻ ഇത് വിഷ്ണുവിനെക്കാളും മുന്നേ പ്ലാൻ ചെയ്തിരിക്കണം. അതാ കറക്റ്റ്, പുള്ളി തന്നെ വിചാരിച്ചിട്ടുണ്ടാവില്ല. പക്ഷെ ഇത് വിഷ്ണു ചെയ്യണമെങ്കിൽ മുന്നേ ഞാൻ പ്ലാൻ ചെയ്തിരിക്കണം. അങ്ങനെ ഒരു ഇമോഷണൽ റോളർ കോസ്റ്ററിന് ശേഷം അവളുടെ കണ്ണൊക്കെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം നമ്മളിതേ പാക്കിങ്ങിലേക്ക് കിടക്കുകയാണ്. ലോകത്തിലെ എല്ലാ സാധനവും അവൾ മേടിച്ചിട്ടുണ്ട് പാക്ക് ചെയ്ത് കൊണ്ടുപോവാൻ. പതി മാറ്റിക്കോ എന്തായാലും പറഞ്ഞു. കുറച്ച് നാളത്തെ അടിച്ചു പൊളിക്ക് ശേഷം അവൾ തിരിച്ച് വളാഞ്ചേരിക്ക് പോവാൻ കേട്ടോ. അവൾ പാക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു, പക്ഷെ ഒന്നും ചെയ്യാനില്ലല്ലോ. നമ്മൾ ഫുള്ള് പാക്ക് ചെയ്തിട്ട് ഇറങ്ങുകയാണ്. ഇപ്പം ലഞ്ച് കഴിക്കാൻ പോവാണ്. അവിടുന്ന് നേരെ എയർപോർട്ടിലേക്ക് പോകും. കപ്പ ചക്ക കാന്താരിയിലാണ് കേട്ടോ നമ്മളുടെ ഇന്നത്തെ ലഞ്ച്. അത് കഴിഞ്ഞ് നേരെ അക്ഷയയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് നമ്മൾ, കാരണം എയർപോർട്ടിൻ്റെ അടുത്തായതുകൊണ്ട്. അക്ഷയനെയും കൂടി മീറ്റ് ചെയ്തിട്ട് നമ്മൾ നേരെ ഐഷുവിനെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ പോകും. എനിക്ക് ഭയങ്കര സങ്കടമാണ് കേട്ടോ, എൻ്റെ ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ തിരിച്ചു പോകുമ്പോൾ ഭയങ്കര എന്തൊരു മിസ്സിങ് ഫീലിംഗ് ആവും. കപ്പ ചക്ക കാന്താരി എത്തിയിരിക്കുകയാണ് നമ്മളുടെ ഗോ ടു പ്ലേസ്. ഞാൻ കുഞ്ഞിതായിരിക്കുമ്പോൾ നമ്മൾ വെക്കേഷൻസിന് പോകുമല്ലോ കസിൻസിൻ്റെ ഒക്കെ വീട്ടിൽ. അവിടെ നിന്ന് തിരിച്ചു വരാൻ നേരത്ത് ഭയങ്കര കരച്ചിലായിരിക്കും ഞാൻ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് അമ്മ. എൻ്റെയും വൈഷുവിൻ്റെ ഒരു ഫേവറേറ്റ് റെസ്റ്റോറൻറ്റ് ആണ് കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ ബാംഗ്ലൂർ ആരെങ്കിലും വരുമ്പോഴത്തേക്കും ഞങ്ങൾ ഇങ്ങോട്ടാണ് കൊണ്ടുവരിക. ഐഷു ഒരു കാന്താരി ഡ്രിങ്ക് ആയിരുന്നു പറഞ്ഞത്, അത് കുടിച്ചിട്ട് ചുമച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ സെറ്റ് മെനു ആണ് കേട്ടോ പോപ്പുലർ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ 3 ഐറ്റംസ് പറഞ്ഞു. ഞാൻ പറഞ്ഞത് മലബാർ മ്യൂസിങ്സ്, വൈഷു പറഞ്ഞത് രാജയോഗി ആൻഡ് ഐഷു പറഞ്ഞത് ജലറാണി, കാരണം നമുക്ക് സീ ഫുഡ് ആണല്ലോ ഇഷ്ടം. അങ്ങനെ ഓരോ ഐറ്റംസ് ആയിട്ട് ഞങ്ങൾ ടേബിളിലേക്ക് വന്നുകൊണ്ടേയിരുന്നു, ഞങ്ങൾ കഴിച്ചുകൊണ്ടേയിരുന്നു. ഇവിടെ സ്റ്റാർട്ടേഴ്സ് ഒരു പ്രാവശ്യമേ കിട്ടുള്ളൂ, പക്ഷെ മെയിൻ കോഴ്സ് നമുക്ക് എത്ര വേണമെങ്കിലും പറയാം കേട്ടോ, അവരിഷ്ടം പോലെ കൊണ്ടുത്തരും. ഭയങ്കര ടേസ്റ്റാണ്, എൻ്റെ കൾട്ട് ഫേവറേറ്റ് ആണ്
കപ്പ ചക്ക കാന്താരി. നാടൻ ഫുഡ് കഴിക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി കപ്പ ചക്ക കാന്താരിയാണ് പോകേണ്ടത്. ഞാൻ എല്ലാവരും സജസ്റ്റ് ചെയ്യും. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മളിത് ഡെസേർട്സിലേക്ക് കടന്നിരിക്കുകയാണ്. 3 ഡെസേർട്ട് ഓപ്ഷൻസ് ആണ് നമ്മൾ ഓർഡർ ചെയ്തത്. പാലട, ക്ലൗഡ് പുഡിംഗ്, പിന്നെ അവരുടെ സ്പെഷ്യൽ ഒരു കാന്താരി ഐസ്ക്രീമും കൊണ്ട് തന്നു കേട്ടോ കോംപ്ലിമെൻ്ററി ആയിട്ട്. പിന്നെ ലവ് ലെറ്റർ എന്ന് ഞാൻ പറയണേ അവരുടെ ഒരു എലാഞ്ചി. ഒരു ഹെവി ലഞ്ച് കഴിഞ്ഞ് പെരുമ്പാമ്പ് എര വിഴുങ്ങിയ അവസ്ഥയിലാണ് ഞങ്ങളെല്ലാവരും. വൈഷു പാവം ഇനി 2 മണിക്കൂർ വണ്ടി ഓടിക്കണം. അതിനിടയിൽ ഞങ്ങൾ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് അക്ഷയ്ക്ക് കൊടുക്കാനുള്ള ഒരു സർപ്രൈസ് ഗിഫ്റ്റും കൂടി മേടിച്ചു കേട്ടോ. കാരണം കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ഒന്നും കൊണ്ടുപോകാൻ പറ്റാത്തതിൻ്റെ വിഷമം ഉണ്ടായിരുന്നു. അപ്പോൾ അവൾക്കൊരു സർപ്രൈസും കൂടി മേടിച്ചിട്ടാണ് ഞങ്ങളുടെ പോക്ക്. അക്ഷയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് എല്ലാവരോടും ഹായ് പറയാം. വീണ്ടും ഇവിടെ തിരിച്ചെത്തിയിരിക്കുകയാണ്. ആശാനോട് അതെ അതാ അതെ 2 ദിവസം വേണ്ടി. എടാ ഒരെണ്ണം മതി, ഒരെണ്ണം എടുത്തടാ. ഈ വലുതെടുത്തോ? അയ്യോ ഒരാഗ്രഹത്തിന് പുറത്ത് പോയതാ. ഇവിടെ വന്നു കഴിഞ്ഞാൽ വയറ് മാത്രമല്ല കേട്ടോ, മനസ്സ് നിറയുന്നുള്ളത് ഗ്യാരൻറ്റീഡ് ആണ്. അങ്ങനെ ഇവരോടൊക്കെ കുറച്ച് നേരം ഇരുന്ന് വർത്താനമൊക്കെ പറഞ്ഞ് അക്ഷയുടെ 2 ഫ്രണ്ട്സും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരോടൊക്കെ ഇരുന്ന് കമ്പനിയാക്കി അടിച്ച് ഞങ്ങൾ ഇതേ മെല്ലെ ഇനി ഇവിടുന്ന് ഇറങ്ങുകയാണ്. ഇനി നേരെ എയർപോർട്ടിലേക്ക് ഐശുവിനെ ഡ്രോപ്പ് ചെയ്യാം. നമ്മൾ ഇറങ്ങാൻ ലേറ്റ് ആയിട്ടുണ്ട്. എല്ലായിടത്തെയും പോലെ ഓടി പോവാണ് കേട്ടോ. ഇനി ഐശുവിനെ എയർപോർട്ടിൽ ഡ്രോപ്പ് ചെയ്യണം. എത്രയല്ല, ഞാനൊക്കെ പോയിട്ട് 5-6 കൊല്ലത്തിന് ശേഷമാണ് പുള്ളിക്ക് ഇത് എന്താണ് മനസ്സിലായോ, കോൺസുലേറ്റിന്റെ വണ്ടി. അങ്ങനെ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി ഐഷ് നേരെ കോഴിക്കോടേക്ക്. ഇതില്ലേടാ എടുക്കാൻ? എടാ ബുദ്ധിമുട്ടോ? ഓഫ് കോഴ്സ്. എനിക്കത് തണുപ്പോ. വണക്കം. അങ്ങനെ അവള് ഗേറ്റിലേക്ക് പോകുന്നത് ഞാനിങ്ങനെ നോക്കി നിന്നു. ഇനി എപ്പോൾ കാണും എന്നുള്ള ചിന്തകളുമായിട്ട് അവൾ കയറിയെന്ന് ഉറപ്പാക്കിയിട്ട് ഞങ്ങളിതേ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാർ നമ്മുടെ കൂടെ നിന്ന് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് തിരിച്ച് പോകുമ്പോഴത്തേക്കും ഭയങ്കര ഒരു മിസ്സിങ് ഫീലിംഗ് തോന്നില്ലേ? ആ ഒരു മിസ്സിങ് ഫീലിംഗ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ ചെന്നിട്ട് നേരെ ഓണം പ്രാക്ടീസിന് പോയി. അതിൻ്റെ വ്ളോഗ് അടുത്ത് തന്നെ വരുന്നതാണ് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.